നമ്മുടെ വീട്ടിലെ വലിയ പച്ചക്കറികളൊന്നും ഇല്ലാത്തപ്പോൾ ഏറ്റവും സിമ്പിളാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ വലിയ കഷ്ണങ്ങളൊന്നുമില്ല, ഒരു 2-3 കഷ്ണങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു സാമ്പാറിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനായിട്ട് ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പ് ഞാനൊന്ന് കുതിരാനായിട്ട് വെച്ചായിരുന്നു. അപ്പോൾ അത് കുക്കറിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനെപ്പോഴും സാമ്പാർ കുക്കറിലാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി കട്ട് ചെയ്തതും 2 പച്ചമുളകും 1 തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ കഷ്ണം കട്ടക്കായം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാറിലാണെങ്കിൽ ഈ കായത്തിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഞാനതുകൊണ്ട് കട്ടക്കായമാണ് ചേർത്ത് കൊടുക്കാറ്. ഇനി ഇതിലേക്കാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് മൂടി അടച്ചിട്ട് ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം. 2 വിസിലിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുമേ. ഇപ്പോൾ പരിപ്പ് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ണം ചേർത്ത് കൊടുക്കാം. ഞാനാണെങ്കിൽ ചേർത്ത് കൊടുക്കുന്ന കഷ്ണം ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും മാത്രമാണ്. നിങ്ങൾക്കാണെങ്കിൽ ഏത് വെജിറ്റബിളും യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്ര ഉള്ളായിരുന്നു, അതുകൊണ്ട് അത്രയും യൂസ് ചെയ്തത്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഉപ്പും കൂടി ചേർത്ത് വെള്ളവും ചേർത്തിട്ട് വീണ്ടും ഒരു 2 വിസിലിൽ വേവിച്ചെടുക്കും. അതവിടെ ഇരുന്ന് വേകുന്ന നേരം കൊണ്ട് നമുക്കൊരു ചെറിയ ബൗളിലേക്കാണെങ്കിൽ 3 ടീസ്പൂൺ ആണെങ്കിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ആണെങ്കിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ആണെങ്കിൽ പുളിവെള്ളം ചേർക്കുന്നുണ്ട്. ഇത് വാളൻപുളിയുടെ വെള്ളമാണ്. ഇനി ഒരു അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ കുക്കറിലിട്ട വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടി വരുമ്പം ചെറിയുള്ളിയും 2 വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പം ഈ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു പാത്രം കഴുകി കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം ഈ ഒരു മസാല കുക്കറിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇനി തിളച്ച് വരണേ. ഇനി ഇതിലേക്കാണെങ്കിൽ 1 ടീസ്പൂൺ ആണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉലുവാപ്പൊടിയാണ്. 1 ടീസ്പൂൺ ആണെങ്കിൽ കായപ്പൊടിയും കൂടെ ചേർത്തു. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ശർക്കര ചേർത്ത് കൊടുക്കാറുണ്ടെന്ന് ഞാൻ കാണാറുണ്ട്. ശർക്കര ആണെങ്കിൽ ശർക്കര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ സാമ്പാർ റെഡി. ഇന്ന് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ഇഡ്ഡലിയും സാമ്പാറുമായിരുന്നു. കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ കഷ്ണങ്ങളും ഒന്നും വേണമെന്നൊന്നുമില്ല സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിലുള്ള പച്ചക്കറി വെച്ചിട്ട് ഇതുപോലും റെഡിയാക്കിയെടുക്കാം. ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസമില്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ.